ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓവൻ്റെ സഹായമൊന്നുമില്ലാതെ നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ചൂടുള്ള പാല്, 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് മാറ്റി വെക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട, 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മാവ് കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ട് വരാം. നല്ലോണം ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം അതൊരു 40 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. 40 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് പലകയിലേക്കിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇത് 4 പീസാക്കി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ബോൾ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 4ഉം ചെയ്തെടുക്കുന്നുണ്ട്. 4ഉം ഷേപ്പാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് കോട്ടൺ തുണിയിൽ ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതിന് ശേഷം ഇനി ഒരു ചീനച്ചട്ടി എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി മീഡിയം ഫ്ലെയിം ചൂടായതിന് ശേഷം അത് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇത് 2 സൈഡും നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിപ്പം നമുക്ക് ഓവൻ്റെ സഹായമൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതും കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. 2 സൈഡും നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.